ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കപ്പിൾ ലൈഫ് സ്റ്റോറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ജൂലൈ 9th, അതായത് നാളെ. അപ്പോൾ അതിൻ്റെയും അതുപോലെ പ്രഗ്നൻസി റിവീലിൻ്റെയും കൂടിയിട്ടുള്ള ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഫോട്ടോസ് എടുക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പോൾ അതൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ വീഡിയോസൊന്നും കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ എണീറ്റപ്പോൾ 6:45. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ ഓൾറെഡി ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ എണീറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മളെ ടൈം ഫുള്ള് തെറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ അതൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ പോരാത്തതിന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ്സായി. പക്ഷേ എന്നാലും ഉള്ള വീഡിയോസൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തി, ഫോട്ടോ എടുക്കുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയാലും കാര്യമൊന്നുമില്ല, പുറത്തെവിടെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കാറിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ വീഡിയോ എടുത്തരാനായിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസൊന്നും കിട്ടിയില്ല. അങ്ങനെ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. കാരണം ഒരു 11:45 ആയിട്ടുണ്ട്. രാവിലെ 8 മണി തൊട്ടിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ തന്നെയുള്ള ഭാരത് ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഈ ഹോട്ടൽ. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. നമ്മൾ എന്ന് വന്നാലും അങ്ങനെയാണ്, ആസ് യൂഷ്വൽ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ പോയിരുന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ മസാല ദോശ, ചേട്ടനും മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ പൂരി മസാലയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓർഡറൊക്കെ കഴിഞ്ഞ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നൊസ്റ്റാൾജി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും തൃശ്ശൂർ പള്ളിയിൽ പുത്തമ്പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ആ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഭാരത് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ ചെന്നിട്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് ഇവിടെ വരാമെന്ന് പറയുമ്പോൾ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, പണ്ട് ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കഴിക്കണതൊക്കെ. അപ്പോൾ ഞാൻ ക്യാരിങ് ആയപ്പോൾ തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് മസാല ദോശ കഴിക്കണം അന്ന് വെച്ചാൽ വേറെ എവിടെ നിന്നും മേടിക്കണമെന്നും പറ്റില്ല, ഈ ഹോട്ടലിൽ തന്നെ വന്ന് കഴിക്കണമെന്ന്. അപ്പോൾ എൻ്റെ ആ ആഗ്രഹം ഒന്ന് നടന്നു. അങ്ങനെ ഫോട്ടോസും നല്ല ഗംഭീരമായി, വിചാരിച്ച പോലെ മസാല ദോശയും കഴിച്ചു. അപ്പോൾ സെറ്റായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ ലൂർദ് പള്ളിയുടെ അവിടെയാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഇന്ന് നൈറ്റ് തന്നെ നമ്മളെ ഈ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ ഞങ്ങളുടെ റിലേറ്റീവും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഭയങ്കര എല്ലാ കാര്യത്തിനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഓടി വരും. അപ്പോൾ ആൾ തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. കാരണം നമുക്ക് ടൈം അധികം ഉണ്ടായിരുന്നില്ല, നമ്മളിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എടുക്കുന്നതല്ലേ. അപ്പോൾ ദിവസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഇങ്ങനെ എടുക്കണം എന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ തീരുമാനങ്ങളും. അപ്പോൾ പിന്നെ ആൾ ഓക്കെ പറഞ്ഞു, ഇന്ന് നൈറ്റ് തന്നെ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആൾ സംഭവമൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പോൾ അതിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി വണ്ടി എടുത്ത് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ജൂലൈ 9th ഈവനിങ്ങാണ് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ വീട്ടിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.